എറണാകുളത്ത് അഡീഷണൽ CJM കോടതി, അതായത് നോർത്ത് കസ്ബ പോലീസ് സ്റ്റേഷൻ്റെ അധികാരപരിധിയിലുള്ള എറണാകുളം അഡീഷണൽ CJM കോടതിയാണ് കേസ് പരിഗണിച്ചത്. 2 കേസുകളാണ് ഇന്നുണ്ടായിരുന്നത്. ഒന്ന്, വ്യാജമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വന്തം ദേഹം തന്നെ പിച്ചു ചീന്തുകയും തൻ്റെ വനിതാ പോലീസുകാരെ വെച്ച് അലുമിനിയം ഫാബ്രിക്കേറ്റഡ് പാനലുകളും മറ്റും ഇവർ തകർത്തു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഭർത്താവിനെതിരെ വ്യാജ പരാതി നൽകി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത പോലീസിനെ അവിടേക്ക് കൈക്കുഞ്ഞുങ്ങളുമായി കയറി ചെന്ന് അന്വേഷിക്കാൻ ചെന്ന ഈ സ്ത്രീയെ, ഷൈമോളെ, അവരെ തന്നെ പ്രതിയാക്കിക്കൊണ്ട് പോലീസ് കെട്ടിച്ചമച്ച ഒരു കേസിൽ ഷൈമോൾ ഇപ്പോൾ പ്രതിയാണ്. ആ കേസിൽ ഷൈമോൾക്ക് സമൻസ് വന്നിരുന്നു. ബഹുമാനപ്പെട്ട ACJM കോടതിയോട്, വനിതാ മജിസ്ട്രേറ്റിനോട് നമ്മൾ ഈ വിഷമങ്ങളെല്ലാം പറയുകയും ഇന്നലെ ബഹുമാനപ്പെട്ട സർക്കാർ ഇതിൽ നടപടിയെടുത്തുകൊണ്ട് അന്വേഷണ വിധേയമായിട്ട് കുറ്റാരോപിതൻ CI പ്രതാപ് ചന്ദ്രനെ സസ്പെൻഡ് ചെയ്ത വിഷയം ഉണർത്തിക്കുകയും ചെയ്തു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഹൈക്കോടതി വിട്ടു നൽകിയിരിക്കുന്ന എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ 4 ദിവസത്തെ വിഷ്വൽസ് കൂടുതൽ തെളിവായിട്ട് സമർപ്പിക്കാനായിട്ട് നമുക്ക് സമയം നൽകിയിരിക്കുകയാണ് കോടതി. കൂടാതെ ഇപ്പോൾ ഇതിൽ കണ്ടുനിന്ന ദൃക്സാക്ഷികൾ ഉൾപ്പെടെ ഉള്ളവരുടെ മൊഴിയെടുക്കൽ പ്രക്രിയയാണ് ഇപ്പോൾ നടന്നത്. നേരത്തെ സോൺ സ്റ്റേറ്റ്മെന്റ് ഷൈമോൾ കൊടുത്തിരുന്നു. ഇന്നും ഒരു സാക്ഷിയെ വിസ്തരിച്ചു. അപ്പോൾ കൂടുതൽ ശക്തിയോടുകൂടി തന്നെ ഈ കേസിൽ തനിക്ക് ഏറ്റ മർദ്ദനത്തിൽ പ്രതിയായ പ്രതാപ് ചന്ദ്രനെതിരെ ക്രിമിനൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ക്രിമിനൽ MP 1408 ഒരു സ്വകാര്യ അന്യായവും കോടതി പരിഗണിച്ച് ജാനുവരി ആഫ്റ്റർ വെക്കേഷൻ, ക്രിസ്മസ് വെക്കേഷന് ശേഷം ജാനുവരി 17-ാം തീയതി ബഹുമാനപ്പെട്ട അഡീഷണൽ CJM കോടതി എറണാകുളം ആ കേസ് പരിഗണിക്കുന്നതാണ്. അതേസമയം ഈ സർക്കാരിനോട് ഈ വിഷയത്തിലെ സത്യയുക്തമായ കാര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ഒരു കോമ്പൻസേഷനും മറ്റും ആവശ്യപ്പെടണമെന്ന് പറഞ്ഞ് നേരത്തെ ആളൂർ വക്കീൽ നടത്തിയിരുന്ന ആ കേസ് ഹൈക്കോടതിയിലെ റിട്ട് ഹർജി ഇപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ഹൈക്കോടതിയിൽ നടത്തുന്നുണ്ട്. അതിൽ ബഹുമാനപ്പെട്ട ജസ്റ്റിസിൻ്റെ ഇടക്കാല ഉത്തരവ് വഴിയാണ് നമുക്ക് ഈ വിഷ്വൽസ് സത്യം തെളിയിക്കാൻ ലഭിച്ചത്. അതും തുടർന്ന് മുറയ്ക്ക് അവിടെ നടക്കുന്നതായിരിക്കും. ഇതിന് പുറമെ ഈ ബെഞ്ചോയെ കള്ളക്കേസിൽ കുടുക്കിയിട്ടുള്ള ഒരു കേസും അഡീഷണൽ CJM കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജിയും ഈ ACJM കോടതിയിലെ ഷൈമോൾക്കും ബെഞ്ചോയ്ക്കും എതിരെ വ്യത്യസ്തമായിട്ടുള്ള 2 കള്ളക്കേസുകളും, ഇതുകൂടാതെ പ്രതാപചന്ദ്രനെതിരെ അദ്ദേഹത്തെ പ്രതിയാക്കിക്കൊണ്ട് ഷൈമോൾ നൽകിയ ഒരു സ്വകാര്യ അന്യായം, അങ്ങനെ മൊത്തം 4 കേസുകളായിട്ടാണ് ഈ കേസിൻ്റെ ഫാക്ച്വൽ മെട്രിക്സ്. 2 കേസ് ഇവർ നൽകിയതും 2 കേസ് സ്റ്റേറ്റ് പോലീസ് ഭാര്യയ്ക്കും ഭർത്താവിനുമെതിരെ നൽകിയതും. ഇതെല്ലാം ജനുവരി മാസത്തിലേക്ക് പരിഗണിക്കപ്പെടുന്നതാണ്. അപ്പോൾ ഈ കേരള സമൂഹത്തിൻ്റെ എല്ലാവിധ പിന്തുണയും ഈ വിഷയത്തിൽ കിട്ടിയതിൽ ഇവർ വളരെ ആശ്വാസം പങ്കുവയ്ക്കുന്നുണ്ട്. ഷൈമോൾ എന്തെങ്കിലും പറയണം? പോരാട്ടം തുടരുമെന്നാണ് സസ്പെൻഡ് ചെയ്ത് പറഞ്ഞതിൽ സന്തോഷം, മുഖ്യമന്ത്രി ഇടപെട്ടതിലൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും ബാക്കി ഞങ്ങൾ നിയമ പോരാട്ടത്തിൽ തന്നെയായിരിക്കും. ഒരു കാര്യം, നമുക്കിവിടെ CCTVകളും വിഷ്വൽസും പോലീസ് സ്റ്റേഷനിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പഞ്ചാബിൽ നിന്നുള്ള കേസിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ പ്രാപ്യമായിട്ട് പോലും ഈ CCTV വിഷ്വൽസ് പരാതികൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ ഒരു ഫെസിലിറ്റേറ്റ് ചെയ്ത് ഈ അർഹതപ്പെട്ടവർക്ക്, അതിജീവിതർക്ക്, വിക്ടിംസിന് എത്തുന്ന ഒരു സിസ്റ്റം നമുക്ക് നിലവിലില്ല. ഇതിൻ്റെ പിന്നാലെ ഒരുപാട് കേസും കൂട്ടായി നടന്ന് കോപ്പി ആപ്ലിക്കേഷനൊക്കെ ഇട്ട് പോരുമ്പോൾ പലപ്പോഴും കോടതികളിലെ സെക്ഷനുകളും അവരുടെ ജീവനക്കാരും ഒന്നും കൃത്യമായ ഒഫീഷ്യൽ മെമ്മറാണ്ടവും സിസ്റ്റവും ഇല്ലാത്തതുകൊണ്ട് ഇത് കൈകളിലേക്ക് എത്താൻ ഒരുപാട് കാലതാമസം വരുന്നു. 1.5 വർഷമാണ് ഈ കേസിൽ അത് മൂലെടുത്തത്. ഇതിനിടയിൽ ഏതെങ്കിലും ശക്തമായ സോഴ്സുകളിൽ നിന്ന് ഇത് മാനിപ്പുലേറ്റ് ചെയ്യാനോ ടാമ്പർ ചെയ്യാനോ സാഹചര്യം ഒരുങ്ങിയിരുന്നുവെങ്കിൽ അത്തരം കേസുകളുടെ പശ്ചാത്തലവും കേരളത്തിലുണ്ട്. ശ്രീ മുരളി തുമ്മാരുകൂടി ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അമേരിക്കയിലും മറ്റു വിദേശ രാജ്യങ്ങളിലും ഉള്ളതുപോലെ ഒരു പരാതി രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഈ പ്രവർത്തിപ്പിക്കപ്പെടുന്ന CCTVകളിലെ ഓൾറെഡി സിസ്റ്റത്തിലിരിക്കുന്ന വിഷ്വൽസ് ഹൈക്കോടതിയിലേക്കും ജില്ലാ കോടതിയിലേക്കും വിചാരണ കോടതിയിലേക്കും നേരിട്ട് ലിങ്ക് ചെയ്യപ്പെടുന്ന ഒരു ആധുനിക സ്ഥിതിവിശേഷം വരികയാണെങ്കിൽ ഇത്തരം ഈ കുറ്റവാളി വാസനയുള്ള പുഴുക്കുത്തുകളായ പോലീസുകാരിൽ നിന്ന് ജനങ്ങൾക്ക് സംരക്ഷണം ലഭിക്കുന്നതായിരിക്കും.